എന്റെ അമ്മേ. ഇവൻ ആരാ? സാറിന്റെ കമ്പൗണ്ടർ? കമ്പൗണ്ടർ ഒന്നുമല്ല, സാക്ഷാൽ അളിയൻ, മാനസേശിയുടെ ഇളയ അനിയൻ പരമാനന്ദ ഗുപ്ത. മലയാളം അങ്ങോട്ട് പറഞ്ഞാൽ മനസ്സിലാവും, തിരിച്ചിങ്ങോട്ട് പറയുമ്പോ ഹിന്ദിയിലാവുന്നു മാത്രം. देखो महान, ये कुटी बाई प्लस दीदी प्रोडक्शन नंबर 1 है। दीदी बैंक में जाना, बेटे होटल से खर्चिल हो गया, थोड़ा आदमी कंप्लेंट हो गया, मैं इधर से आया, मैं क्या कर रही हूँ सजनी? ओ मानसेश्वरी लगी गई। ഇനി ഇവിടെ വന്ന ഇവൻ എന്നെ നാറ്റിക്കും, ക്ഷമിക്കണം, ഞാൻ പോയിട്ട് പിന്നെ വരാം. ഡോക്ടർ പോണ കാര്യം എന്താണെന്ന് ചോദിക്കും. അയാൾ എന്താ പറഞ്ഞേ? ആകെ പ്രശ്നം പറഞ്ഞേ. ഡോക്ടറെ, പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. എന്താ ഡോക്ടറുടെ പ്രശ്നം? പ്രസവരക്ഷയ്ക്കും നടുവേദനയ്ക്കും കൊളസ്ട്രോൾ ഉണ്ടാവോ? ഇതാ, ഇതൊരു 6 കുപ്പി വീതം ഒരു 6 മാസം കൊണ്ട് സേവിക്കുക. ധാരാളം വെള്ളവും കുടിക്കുക. എന്തുമാത്രം വെള്ളം കുടിക്കേണ്ടി വരും? ഇവിടെ വെള്ളം വെച്ചിരിക്കുന്ന എന്തായാലും കുടിച്ചു തീർക്കുക. മഴ വന്നാൽ കുറവടിക്കുക. അതല്ല, മഴവെള്ളം കുടിക്കണമെന്ന്. അത് ലേശാവാം. എന്തായാലും വെള്ളം കുടിക്കണമെന്നുള്ളത് നിർബന്ധമാണ്. കൊളസ്ട്രോൾ ഒക്കെ അങ്ങോട്ട് മാഞ്ഞു പോവും. അതോടെ ഞാനും മാഞ്ഞു പോവോ? ഒരാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടെ ഇവിടെ വരിക. ജീവനുണ്ടെങ്കിൽ വരാം. പേടിക്കണ്ട, ഇത് തുടക്കം മാത്രാ. നിയന്ത്രിച്ചാൽ കോളറ ഇല്ലാതാക്കാം. കോളറ അല്ല, കൊളസ്ട്രോൾ. അത് തന്നെ. പോയിക്കോളൂ. എന്താ ചെറുകുട്ടിയേട്ടാ, ഇതുവഴി പോകാറില്ലല്ലോ? ഇനി ഒരു വഴിക്കും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ? എവിടെയോ ഒരു കൊളസ്ട്രോൾ. ഇത്ര ചെറുപ്പത്തിലെ തന്നെ? അച്ഛൻ മരുന്ന് നിന്നിട്ടുണ്ട്. ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് വസുമതി. വരട്ടെ, എന്റെ പോട്ടെ. ശിവൻകുട്ടിയേട്ടാ, നമ്മുടെ വീട്ടിൽ മാനശേശ്വരി ചേച്ചി താമസിക്കാൻ വന്നു. ഏത് മാനശേശ്വരി? ശിവൻകുട്ടിയേട്ടൻ കയറി പിടിച്ചില്ലേ, ആ മാനശേശ്വരി ചേച്ചി. ഉണ്ടോ? വെച്ചോ വെച്ചോ. എടാ വാസുണേ, അവരെന്തിനാടാ കുഞ്ഞിനെ കൊണ്ട് പഠിപ്പരി വന്നിരിക്കുന്നേ? കാറ്റ് കൊള്ളാൻ ഇറങ്ങിയതായിരിക്കും. നമുക്കൊന്ന് ലോഹ്യം പറഞ്ഞ് മുട്ടി നോക്കിയാലോ? അത് വേണോ? ഒരിക്കൽ മുട്ടിയതിന്റെ തട്ട് ഇതുവരെ മാറിയിട്ടില്ല. ഞാൻ കൂടെ ഇല്ലേ, ധൈര്യമായിട്ട് പോ. എന്നാ ഒരു സോറി പറഞ്ഞിട്ട് പോരാ. അതേതാടാ ഒരു കുളക്കോഴി? മാനശേശ്വരി ചേച്ചിയുടെ ബ്രദറാ, പരമാനന്ദ ഗുപ്തച്ചേട്ടൻ. പരമാനന്ദ ഗുപ്ത. आप कैसा है? സിൽദർ ഫ്ലസ് മേ സഫീന്ദർ ഗുൽഫി ഉട്ടാലങ്ങിന്റെ ജൂഹു ബീച്ച് മേ ദിൽബാർ. കുത്തി പൊട്ടും. ഇവിടെ പുതിയ ആൾക്കാർ താമസിക്കാൻ വന്നു എന്ന് ഇവൻ പറഞ്ഞപ്പോ കൊളസ്ട്രോൾ ആയിട്ടും ഞാൻ ഓടി വരിക. മായ നിങ്ങൾ കണ്ടല്ലോ. ഇപ്പൊ ഞാൻ അന്ന് അറിയാതെ കയറി പിടിച്ചത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. അതൊക്കെ പോട്ടെ. താമസമൊക്കെ എങ്ങനെയുണ്ട്? അച്ഛാ ഹേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണം. ഐ എം ശിവൻകുട്ടി, ശിവൻകുട്ടി എം.എ. കൈതരൂ. ये क्या करता है साहब? ये आपका माया देवी है. താൻ പോടോ. ഈ വിചിത്ര ജീവി എവിടെ നിട്ടി മാനസേശ്വരി ദേവി? എനിക്ക് അറിഞ്ഞൂടാ ചെറുകുട്ടിയേട്ടാ, അതാ ഡോക്ടറോട് ചോദിക്കണം. മായാണിത്. എന്താ ഡോക്ടറെ, കുഞ്ഞിന് സുഖമില്ലേ? അവളിങ്ങനെയാ, രാത്രി ആയക്കറിയും. ശിവൻകുട്ടി കിടക്കുന്നില്ലേ? ഓ, എന്റെ കാര്യം പോക്കാ ഡോക്ടർ. ഒരു മനസമാധാനവും ഇല്ല. മനസമാധാനം കിട്ടാൻ ഒരുപാട് വെള്ളം കുടിക്കും. വെള്ളം കുടിച്ചാൽ കൊളസ്ട്രോൾ ഒക്കെ ഒഴുകി പോകുമെന്ന് വൈദ്യര് പറഞ്ഞു. നേരാണോ ഡോക്ടർ? നേരാ. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, രാത്രിയിൽ ഒരുപാട് തവണ മുള്ളാൻ എണീക്കണം. അതാ കഷ്ടം. ഉറക്കവും വരികയല്ല. ഞാനൊന്ന് മുള്ളി വെച്ച് എന്നാ തോന്നുന്നു. അവന്റെ ഒരു ഊട്ട് കത്തപ്പെടുക്കല്. സാറേ, പാല് റെഡി. ഉണർത്തി കൊടുക്കണോ അതോ ഉണർന്നിട്ട് കൊടുത്താൽ മതിയോ? നീ കൂടുതൽ വാചകമൊന്നും അടിക്കണ്ട, ആ സാധനം അവിടെ വെക്കണ. ഇത് ഞാൻ ചോദിച്ചിട്ട് നേരം കുറയായില്ലേ? ചോദിക്കുമ്പോൾ പെട്ടെന്ന് ചൊരുത്തി തരാം. ഞാൻ എന്താ പശുവോ? സാർ എങ്ങനെയും കുഞ്ഞിനെ ചേച്ചിയുടെ അടുത്ത് എത്തിക്ക്. ഇത് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ചേച്ചിയുടെ കയ്യിലെ ഇതിനേക്കാളും നല്ല ബെസ്റ്റ് കുപ്പിയുണ്ട്. കുഞ്ഞിന് അതാ വേണ്ടത്. നീ വാ. മായയോട് ഞാൻ പിന്നാമ്പുറത്തെ വാതില് സാക്ഷിയിടാതെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ കുഞ്ഞിനെ അവളുടെ കൈ കൊടുത്തിട്ട് വേഗം വരാം. വാ. എന്നാ പിന്നെ സാറും അവിടെ കിടന്ന് സൗകര്യം പോലെ വന്നാ മതി. കുഞ്ഞിനും ചൂട് കിട്ടും, പിന്നെ സാറിനും. അവളെന്റെ ഭാര്യ.
അതുകൊണ്ട് കൂടുതൽ കോമഡി വേണ്ട. വാ. ഈശ്വര, ആ വാതിലൊന്നും തുറന്നു വെക്കാൻ പറ്റുന്നില്ലല്ലോ. ഇതാരെ ഈ സമയത്ത് പൈപ്പ് തുറന്നിട്ട്? പോട്ടെ, കൊളസ്ട്രോൾ മുഴുവനും പോട്ടെ. അവന്റെ ഒരു ഒടുക്കത്ത വെള്ളം കുടി. ഇവൻ നേരെ വെളുക്കുന്നത് പൈപ്പ് തുറന്നു വെച്ചു. ഇമ്മിനകത്ത് കടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. രാത്രി ഇങ്ങനെ ബഹളം വെച്ച് നടക്കാതെ ഒരു സ്ഥലത്ത് അടങ്ങി കിടന്നൂടെ? ബാക്കിയുള്ളവർക്ക് ഉറങ്ങണം. ഉറങ്ങിക്കോളൂ. ഈ പാവം ശിവൻകുട്ടിയുടെ നേരെ മായയുടെ മനസ്സ് എന്നും ഉറങ്ങിക്കിടന്നിട്ടേ ഉള്ളൂ. അറിയാതെ ചെയ്തു പോയ ഒരു തെറ്റിന് മാപ്പ് പറയാൻ പോലും സമ്മതിക്കാതെ മായ എന്നിൽ നിന്നും മുഖം തിരിച്ചു നടന്നു. മരണം മുന്നിൽ കാണുന്ന ഈ പാവത്തിന് മായ തെറ്റിദ്ധരിച്ചു. സാരമില്ല. കൊളസ്ട്രോൾ നിറഞ്ഞ ഈ ഹൃദയത്തെ സ്നേഹിക്കാൻ ചെമ്പരത്തിപ്പൂ പോലെ ഹൃദയമുള്ള ഒരു പെൺകുട്ടി ഈ നാട്ടിൽ തന്നെയുണ്ട്. വൈകാതെ മായക്കത് മനസ്സിലാവും. ഗുഡ് നൈറ്റ്. സോറി, ഗുഡ് മോർണിംഗ്. സമയം ഇപ്പോൾ വെളുപ്പിനെ 4 മണി. എന്റെ അടുത്ത വെള്ളം കൂടി കൃത്യം 4:10 തുടങ്ങണം. ഉറങ്ങിക്കോളൂ. മുത്തശ്ശൻ എന്നോട് വക്കീൽ ഇവിടെ ഉണ്ടോ നോക്കി വരാൻ പറഞ്ഞു. ഏത് വക്കീലിനെ? ചേട്ടന്റെ വക്കീലിനെ, മാനസേശ്വരി ഗുപ്തയെ. കിട്ടിയ ചാൻസിന് ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോന്നു. മോളെവിടെ? ഇനി വന്നേ. എന്നിട്ട് ഡോക്ടർക്ക് അറിയോ, മുത്തശ്ശൻ എന്ത് പറഞ്ഞാലും ആ ഇംഗ്ലണ്ടുകാരൻ എനിക്കിഷ്ടമല്ല. എനിക്കിഷ്ടം ശിവൻകുട്ടിയേട്ടനെയാ. കുറെ വെഡിത്തം പറച്ചിലും കുട്ടിക്കളിയും ഉണ്ടെങ്കിലും ശിവൻകുട്ടിയേട്ടൻ വെറും പാവ. അപ്പൊ മായയാണെന്നും പറഞ്ഞ് ശിവൻകുട്ടി എന്റെ ഭാര്യയെ കയറി പിടിച്ചത് വെറുതെ അല്ല. മാനസേശ്വരി, മാനസേശ്വരി, എന്താ പൂച്ച കലവടയ്ക്കെന്ന് പറയണത് വെറുതെ അല്ല. ഇപ്പൊ മനസ്സിലായില്ലേ? ഇക്കാര്യം ശിവൻകുട്ടി അറിയാത്തത് നമ്മുടെയൊക്കെ ഭാഗ്യം. ഇത്രയും കാലം കൊണ്ട് ശിവൻകുട്ടി ചേട്ടൻ എല്ലാം അറിഞ്ഞിട്ടുണ്ടാവുന്നാണ് ഞാൻ വിചാരിച്ചത്. ഒരു പെണ്ണിന്റെ മനസ്സിലേക്ക് എത്തി നോക്കാനുള്ള ചങ്കൂറ്റം ശിവൻകുട്ടി ചേട്ടൻ കാണിച്ചില്ല. വസുമതി അങ്ങനെ പറയരുത്. ഞാൻ എത്തി നോക്കി, പക്ഷെ വസുമതി എനിക്ക് അവിടെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഓ, ബോംബെയിലേക്ക് എത്തി നോക്കിയ ഈ വസുമതി എവിടെ കാണാനാ? വാക്കുകളാകുന്ന ബ്ലേഡുകൾ കൊണ്ട് എന്റെ ഹൃദയത്തെ കീറി മുറിക്കാതിരിക്കും വസുമതി. ആ, അവിടെ ബോംബെന്ന് മായ വന്നു അറിഞ്ഞു. മായ മാത്രമല്ല, വേറൊരു മാനസേശ്വരിയും കൂടി വന്നിട്ടുണ്ട്. രണ്ടും ഒരൊറ്റ തന്തയ്ക്ക് പിറന്നാണെന്നേ പറയും. എനിക്ക് രണ്ടാളെയും പേടിയാ. രണ്ടിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നേ. വെറുതെ എന്തിനാ ഞാൻ ചീത്തപ്പേരി എത്തിക്കുന്നേ? അതുകൊണ്ട് ഞാൻ ആ ഭാഗം ഒന്ന് മറന്നു വസുമതി. ഇനി മായയും വേണ്ട, മായാജാലവും വേണ്ട. പക്ഷെ പാവക്കുട്ടി വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? പാവക്കുട്ടിയോ?